സംസ്ഥാന സർക്കാരിന്റെ ജൂലൈ 1 ആരംഭിച്ച 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെ ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 540ഓളം പദ്ധതികളാണ് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ റവന്യൂ വകുപ്പിന്റെ 7 പദ്ധതികളാണ്. ഭൂമി തരംമാറ്റം, പട്ടയ വിതരണം, ന്യായവില നിശ്ചയിച്ചപ്പോൾ ഭൂമിയുടെ വിലയിലുണ്ടായ വ്യത്യാസം ഏകീകരിക്കൽ, ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട പരാതികളുടെ പരിഹാരം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പട്ടയ വിതരണത്തിൽ പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തോളം പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. ഇതിൽ 48,000 എണ്ണം പരിഹരിച്ചു. ബാക്കി 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി പരിഹരിക്കും. പരാതി നിരസിച്ചിട്ടല്ല പരിഹരിക്കേണ്ടതെന്നും പരമാവധി ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കൊടുക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. സമൂഹത്തിന് മുന്നിൽ പരാതികളും പരിഭവങ്ങളും ഏറ്റവും കൂടുതലുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്. കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതലാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഏറ്റവും കൂടുതൽ നിയമങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വകുപ്പാണ് നമ്മുടെ വകുപ്പ്. ഏത് കാര്യങ്ങളും ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയും. അതല്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നത് ഉചിതമല്ല. പക്ഷെ നിയമത്തിന്റെ വഴിയിലൂടെ പോയി പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായ വേഗത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ ജില്ലയിൽ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 2234 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വരൾച്ച നേരിടാൻ കണ്ണൂർ ജില്ലയ്ക്കായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. യോഗത്തിൽ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി കെ ജീവൻ ബാബു, ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ, ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ്, അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി, പി കെ ജയശ്രീ എന്നിവർ സംസാരിച്ചു. ADM PN പുരുഷോത്തമൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, റവന്യൂ വകുപ്പിലെ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.